നമ്മൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്റർ നമ്മൾ പാർട്ടുകളായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ക്ലൈമറ്റിനെ അല്ലെങ്കിൽ വെതറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ആ ഒരു കാറ്റ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത്. അതായത് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ വിച്ച് ഇൻഫ്ലുവൻസ് ദ വെതർ ആർ കോൾഡ് ആസ് എലമെൻറ്റ്സ് ഓഫ് വെതർ. അതായത് ആ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ സൺലൈറ്റ്, ഇതൊക്കെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു സംഭവത്തെ വെതറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത്. Atmospheric conditions such as temperature, pressure, wind, humidity and precipitation for a shorter period of time are termed as weather. The average weather condition experienced for a long period over a large area is termed as climate. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്, അല്ലെങ്കിൽ വെതർ എന്താണ്, ക്ലൈമറ്റ് എന്താണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ മലയാളത്തിൽ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ രണ്ടേയും കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വെതർ എന്താണ്, ക്ലൈമറ്റ് എന്താണ്. അപ്പോൾ വെതർ എന്താണെന്ന് നമ്മൾ നോക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, ഇതൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ താപനില അല്ലെങ്കിൽ പ്രഷർ, കാറ്റ്, വിൻഡ്, ആ ഒരു അന്തരീക്ഷത്തിലെ ആ ഒരു ജലത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ന് പറയുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഒരു പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിലേക്ക്, അതായത് ഒരു ചെറിയ പീരീഡിലേക്ക്, ഇപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ, അതങ്ങനെ ഒരു ചെറിയ പീരീഡിലേക്ക് മാത്രം ഒക്കെ ബാധിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെതർ എന്ന് പറയുന്നത്. ഇതേ സാധനം തന്നെ വർഷങ്ങളോളം എന്ത് ചെയ്യുന്നു, ഒരു വലിയ ഏരിയയിൽ അനുഭവപ്പെടുമ്പോൾ അതിനെ നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ 30 വർഷം കൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ, ഈ മാസം ഇങ്ങനെ വെയിൽ കാണും, അല്ലെങ്കിൽ ഈ മാസം മഴ കുറവായിരിക്കും, അടുത്ത മാസങ്ങളാകുമ്പോൾ ഇങ്ങനെ മൺസൂൺ വരും, മഴ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ 30 വർഷം കൊണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് കൊണ്ട്, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. വെതർ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അനുഭവപ്പെടുന്നത്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഇപ്പോൾ ഇന്നത്തെ വെതർ, ഇന്നിപ്പോൾ മഴയുണ്ടായിരുന്നോ അല്ലെങ്കിൽ വെയിലാണോ, ഇതൊക്കെ എന്താണ്, ഇത് വെതറാണ്. മറിച്ച് നമ്മൾ കുറേ കാലം കൊണ്ട് നമ്മൾ അനുഭവിച്ച് വരുന്ന ഈ മാസങ്ങളിൽ ഇന്ന കാലാവസ്ഥയായിരിക്കും, അടുത്ത മാസങ്ങളിൽ ഇന്ന കാലാവസ്ഥയായിരിക്കും, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, ക്ലൈമറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ്, അവിടെയാണ് നമ്മൾ പോയിന്റ് കൊടുക്കേണ്ടത്. എന്താണ് ഷോർട്ടർ പീരീഡ്, ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രം അനുഭവപ്പെടുന്നതിനെയാണ് വെതർ എന്ന് പറയുന്നത്. അതേ മറിച്ച് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ, ഒരു വലിയ പ്രദേശത്ത് ഒരു വലിയ കാലയളവിൽ, ചിലപ്പോൾ വർഷങ്ങൾ ഒക്കെ എടുക്കുന്നത്, ഏകദേശം 35-40 വർഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ കാലയളവിൽ വലിയ സ്ഥലത്തേക്ക് അനുഭവപ്പെടുന്നതിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. The climate of a place is determined by considering the weather conditions of about 35 to 40 years. അപ്പോൾ ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു കഴിഞ്ഞ ഒരു 35-40 വർഷം കൊണ്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ആ ഒരു വെതർ, ഏകദേശം വെതർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഷോർട്ടർ പീരീഡിലേക്കാണ്. ആ ഒരു ഷോർട്ടർ പീരീഡുകൾ ഏകദേശം 35 വർഷത്തോളം അനുഭവപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് ആ പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് ഒരു ചെറിയ കാലയളവാണെങ്കിൽ വെതറും, ഒരു വലിയ കാലയളവാണെങ്കിൽ ക്ലൈമറ്റ്. ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഓഫ് എനി പ്ലേസ് ഈസ് detrimental to the diverse flora and fauna as well as human life of the place. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ഒരു പ്രദേശത്തെ സസ്യജാലങ്ങളായാലും ശരി, ജീവജാലങ്ങളായാലും ശരി, അവയ്ക്ക് സ്വാധീനിക്കാനും, അല്ലെങ്കിൽ എന്തിനാണ് മനുഷ്യൻ്റെ ജീവിതം തന്നെ സ്വാധീനിക്കാനും ഒക്കെ ക്ലൈമറ്റിൻ്റെ ഒരു വലിയ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറാണ്. ഈ എല്ലാ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു വലിയ ഫാക്ടറാണ് ക്ലൈമറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. The influence of climatic elements is evident not only in food habits
dressing, settlement and occupation, but also in the physical and mental condition and in the color and race of mankind as well. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലോ, ഇപ്പോൾ മഞ്ഞുകാലമാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു മഞ്ഞ് കൂടിയ പ്രദേശത്താണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ എന്താണ് അതിനനുസരിച്ചായിരിക്കുമുള്ള ഡ്രസ്സിങ്സ് ആയിരിക്കും ധരിക്കുക. ചൂടുള്ള പ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്സ് ആയിരിക്കും വരിക. അപ്പോൾ അതുപോലെ ഫുഡ് ഹാബിറ്റ്സോ ഡ്രസ്സിങ്ങോ സെറ്റിൽമെൻറ്റോ തൊഴിലുകളോ ഓക്യുപ്പേഷനോ ഇതിനെ മാത്രം ഒന്നുമല്ല ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറ്റെന്തിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻസിനെ. ഇപ്പോൾ പഠനങ്ങൾ പറയുന്ന പ്രകാരം മനുഷ്യൻ്റെ ഹൈറ്റിനെയും കാര്യങ്ങളെയൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻസിനെയും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ കളേഴ്സിനെയൊക്കെ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, ക്ലൈമറ്റ് ബാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് world over mainly correspond to the climatic conditions. Weather has always been an influential factor right from the early marine voyages which revolutionized the world history to the modern transport and communication system. അപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ കണ്ടീഷനെ ആശ്രയിച്ചാണ് ഈ പല അഗ്രികൾച്ചർ പ്രാക്ടീസസും ഓരോ സ്ഥലത്തും അവിടുത്തെ ക്ലൈമറ്റിനെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ കൃഷി രീതികളൊക്കെ നടപ്പാക്കുന്നത്. അതുപോലെ ഈ ക്ലൈമറ്റ് വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറായിരുന്നു നമ്മുടെ വെതർ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്നൊക്കെ. വെതർ എന്ന് പറയുന്നത് എന്താണ്, ഈ കടലിലൂടെയുള്ള യാത്രയും അതുപോലെ തന്നെ ഇന്നത്തെ മോഡേൺ ട്രാൻസ്പോർട്ടിൽ വരെ എത്തി നിൽക്കുന്നതിൽ വരെ ക്ലൈമറ്റും അല്ലെങ്കിൽ വെതറിനും വലിയൊരു ഒരു ഭാഗമുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ പറ്റിയാണ്. Massive amount of energy continuously produced in the sun through nuclear fusion is emitted in the form of short waves. Only a small amount of energy radiated from the sun reaches the Earth's surface. The amount of sun rays reaching the Earth's surface is called insolation. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് ഓഫ് എനർജി ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം വഴി ഒരുപാട് എനർജി ഇങ്ങനെ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനകത്ത് അത് ഷോർട്ട് വേവ്സ് എന്ന് പറയുന്ന ഫോമിലാണ് അത് പുറത്തേക്ക് പോകുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഇവിടെ വരുന്നത്, ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്നതിൽ ആ ഒരു സൺറൈസ് ഭൂമിയിലേക്ക് എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്ന സൺറൈസിനെ പറയുന്ന പേരാണ് ഇൻസൊലേഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇൻസൊലേഷൻസ്. എ പാർട്ട് ഓഫ് ഇൻസൊലേഷൻ കമ്മിങ് ടുവേർഡ്സ് ദി എർത്ത് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് particles such as clouds and dust particles. As the incoming solar radiation is in the form of short waves, it does not heat the atmosphere considerably. അപ്പോൾ നോക്കുകയാണെങ്കിൽ എ പാർട്ട് ഓഫ് ഇൻസുലേഷൻ കമ്മിങ് ടുവേർഡ്സ് ദ എർത്ത് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓർ അബ്സോർബ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് സച്ച് ആസ് ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഭൂരിഭാഗവും ഈ സൂര്യൻ ഭൂമിക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങളിലും അതുപോലെ തന്നെ ക്ലൗഡ്സിലുമൊക്കെ തട്ടിത്തെറിച്ചും റിഫ്ലക്റ്റ് ചെയ്തും അതിലൊക്കെ അബ്സോർവ് ചെയ്തുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ സോളാർ റേഡിയേഷനിലെ ഷോർട്ട് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലായതുകൊണ്ടും ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൺസിഡറബിളി കൂടുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ആ ഒരു സൂര്യനിൽ നിന്ന് വരുന്ന സൺറൈസിൽ ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസുലേഷൻ, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു വലിയ മേജർ പാർട്ട് ഈ ക്ലൗഡ്സ് അബ്സോർവ് ചെയ്യുക, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അബ്സോർവ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികൾ വഴി നഷ്ടപ്പെട്ടു പോകുന്നു. മറിച്ച് മാത്രമല്ല ഇത് മാത്രമല്ല, സൗര്യനിൽ നിന്നും ആ ഒരു ഷോർട്ട് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടെമ്പറേച്ചറിനെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, നമ്മുടെ ആ ഒരു കൺസിഡറബിളി ടെമ്പറേച്ചറിനെ വലുതായിട്ട് കൂട്ടുന്നില്ല. The Earth's surface gets heated by insolation. Then the heat is transferred to the atmosphere through various processes from the Earth's surface. Conduction, convection, advection and radiation are the major process of heat transfer. The Earth's surface gets heated by insolation. ആ ഒരു ഇൻസുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എന്താണ് ഭൂമിയിൽ ആ ഒരു ഹീറ്റ് ഉണ്ടാവുകയും ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും ഹീറ്റ് ട്രാൻസ്ഫറിന് 4 പ്രോസസ്സാണുള്ളത്. 4 മേജർ പ്രോസസ്സ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 അഡ്വെക്ഷൻ ആൻഡ് 4ാമത്തെ റേഡിയേഷൻ. ഈ 4 പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്കത് നോക്കാം. പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ആദ്യത്തെ കണ്ടക്ഷനാണ്.
കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഇസ് ഡയറക്ട്ലി ഇൻ കോൺടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ എർത്ത്. അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ തട്ട്, ആ ഒരു താഴത്തെ തട്ട്, അതായത് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്ന ആ വായുവിലെ ആ ഒരു പാർട്ടിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ക്ലോസ് ആയിട്ട്, ഭൂമിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു പാർട്ടിൽ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ആസ് ദ ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ഹയർ റീച്ചസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഈ താഴെ നിന്നും ആ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള എയർ ആ ഒരു എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോകും, റൈസ് ചെയ്യും. അപ്പോൾ ആ മുകളിലേക്ക് പോകും തോറും അവിടെയുള്ള പാർട്ടിക്കിളും എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഇതിനാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അഡ്വെക്ഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. അതായത് അഡ്വെക്ഷൻ എന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ സഹായത്തോടു കൂടി ചൂടിങ്ങനെ ഹൊറിസോണ്ടലി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. റേഡിയേഷനിലേക്ക് വരുമ്പോൾ എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ആഫ്റ്റർ ദി എർത്ത് സർഫസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. അപ്പോൾ ഭൂമിയിൽ ആ ഒരു ഭൂമിയുടെ സർഫസ് ഒന്ന് ചൂടായതിനു ശേഷം ഈ ലോങ് വേവ്സ് എന്ന് പറയുന്ന ഒരു ഫോമിൽ ഈ ഹീറ്റ് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഉണ്ട്. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു പ്രദേശത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടിലേക്ക് ഭൂമിയിൽ നിന്നും ചൂട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചൂട് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ടിക്കിളിലേക്ക് ചൂട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം, അതായത് ആ ഒരു എയർ എക്സ്പാൻഡ് ചെയ്യുകയും റൈസ് ചെയ്യുകയും ചെയ്യുന്നു, അതായത് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. മുകളിലേക്ക് പോയതിന് ശേഷം അവിടെയുള്ള പാർട്ടിക്കിൾസിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അഡ്വെക്ഷൻ എന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഹൊറിസോണ്ടലി ഈ ചൂട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനാണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസ് ചൂടായതിനു ശേഷം ലോങ് വേവ്സ് എന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ഇതിനാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. The re-radiation of energy in the form of long waves from the Earth's surface is called terrestrial radiation. The absorption of terrestrial radiation by the atmospheric gases such as carbon dioxide heats up the atmosphere. This phenomena is termed as greenhouse effect. അപ്പോൾ ഈ ലോങ് വേവ്സിൻ്റെ ഫോമിൽ ആ ഒരു എർത്ത് സർഫസിൽ നിന്നും, ആ ഒരു ഭൂമിയുടെ സർഫസിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലോങ് വേവ്സിൻ്റെ ഫോമിൽ പോകുന്ന അതിനെ നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയും. ടെറസ്ട്രിയൽ റേഡിയേഷൻ്റെ ആ ഒരു ടിപ്പിക്കൽ ഫോമാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് ആ ഒരു ഭൂമിയിൽ നിന്നും റേഡിയേഷൻ വഴി തിരിച്ച് ലോങ് വേവ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ പാർട്ടിക്കിളുമായിട്ട് നമ്മുടെ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈ ഒരു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ആ ഒരു ഗ്യാസസ് എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്തെടുക്കുകയും അതുമൂലം അറ്റ്മോസ്ഫിയറിൻ്റെ ചൂട് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഒരുപാട് കാര്യം പഠിച്ചു. എങ്ങനെയാണ് സൂര്യനിൽ നിന്നുമുള്ള താപം വഴി ഭൂമിയിലെത്തുകയും അതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറിനെ ആ ഒരു ഇൻസുലേഷൻ വഴി ഡയറക്റ്റ് കൂടുന്നില്ല, പകരം ഭൂമിയുടെ സർഫസിൽ ആ ചൂട് കൂടുന്നു. അറ്റ്മോസ്ഫിയറിക് ആ ഒരു ഡയറക്റ്റ് വഴിയല്ല കൂടുന്നത്, ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ കൂടുന്നു. അത് 4 പ്രോസസ്സ് വഴി, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ വഴി എന്ത് ചെയ്യുന്നു, ബാക്കി അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നു. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റായിട്ട് പോയതിൽ നിന്ന് വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് മുകളിലേക്ക് പോയി അവിടെ വെച്ച് വീണ്ടും ട്രാൻസ്ഫറിങ് നടക്കുന്നതാണ് കൺവെക്ഷൻ. അഡ്വെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഹൊറിസോണ്ടലി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ലോങ് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ ട്രാൻസ്ഫറിങ് നടക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 4 പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് ഈ റേഡിയേഷനിൽ തന്നെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് ലോങ് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എർത്ത് സർഫസിൽ നിന്ന് ഉള്ള റേഡിയേഷനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കുമ്പോൾ ഈ റേഡിയേറ്റ് ചെയ്ത് പോയ ഹീറ്റിനെ അബ്സോർവ് ചെയ്യും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ അബ്സോർവ് ചെയ്യും, ഗ്യാസസ് അബ്സോർവ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ തന്നെ ചൂട് കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചൂട് കൂടുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. വാട്ട് ആർ ഗ്രീൻ ഹൗസസ്? അപ്പോൾ നമുക്ക് അടുത്ത ഗ്രീൻ ഹൗസസ് എന്താണെന്ന് പഠിക്കാം. Almost entire energy reaching the Earth as insolation is radiated back every day. Thus, the surface temperature of the Earth remains balanced without becoming extremely hot or cold. This process of heat balancing is called as heat budget of Earth. അതായത്
almost entire energy reaching the earth as insolation is radiated back every day. അപ്പോൾ നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് എത്തുന്ന എല്ലാ ഒരു ഒട്ടുമിക്ക എനർജിയും അല്ലെങ്കിൽ ഭൂരിഭാഗം എനർജി എന്ത് ചെയ്യുന്നു, ആ ഒരു സമയത്ത് തന്നെ, ആ ദിവസം തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ച് റേഡിയേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നുണ്ട്. ദസ് ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് റിമെയിൻസ് ബാലൻസ് വിത്തൗട്ട് ബിക്കമിങ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ്. അപ്പോൾ വരുന്ന ചൂട് അതുപോലെ തന്നെ, അല്ലെങ്കിൽ വരുന്ന ആ ഒരു എനർജി അതുപോലെ തന്നെ തിരിച്ച് റേഡിയേറ്റ് ചെയ്തപ്പെട്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ അധികം ചൂടോ തണുപ്പോ ഒന്നും അനുഭവപ്പെടാറില്ല. ഒരു ബാലൻസിൽ അങ്ങ് പോകും. അതായത് ചൂട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ആ ചൂട് തന്നെ തിരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ തണുപ്പോ കൂടുതൽ ചൂടോ വരാതെ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്തങ്ങ് പോകുന്നു. അപ്പോൾ ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ബാലൻസ് ഈസ് കോൾഡ് ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് എർത്ത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ, ഇങ്ങനെ ഒരു ബാലൻസ് നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ആ ഒരു ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. The surface temperature of the earth gradually increases by the flow of insolation since the sun rises and attains the maximum by noon. അപ്പോൾ എന്താണ് ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഗ്രാജുവലി ഇൻക്രീസസ് ബൈ ഫ്ലോ ഓഫ് ഇൻസൊലേഷൻ. അപ്പോൾ ആ ഒരു ഭൂമിയിലെ ആ ഒരു സർഫസ് ടെമ്പറേച്ചർ, അതായത് ഭൂമിയുടെ ആ ഒരു സർഫസിലുള്ള ടെമ്പറേച്ചർ പതുക്കെ ഉയർന്നു വരും. അതായത് നമ്മുടെ സൂര്യൻ ആ ഒരു ഉദിച്ചു വരുന്ന സമയത്തിൽ നിന്നും ആ ഒരു ഉച്ചയിലേക്കൊക്കെ ആകുമ്പോൾ സൂര്യൻ മാക്സിമം പവറിലെത്തുകയാണ്. അപ്പോൾ അതായത് ഭൂമിയുടെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ, മാക്സിമം പവറിലെത്തുന്നതുകൊണ്ട് തന്നെ അപ്പോൾ കൂടുതൽ ഇൻസൊലേഷൻ വരികയും, അപ്പോൾ രാവിലെയിൽ നിന്നും പതുക്കെ ഗ്രാജുവലായിട്ട് എർത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൂടി വരികയും ചെയ്യുന്നു. As the atmosphere is heated through various processes of heat transfer, it takes more time for the atmosphere to get heated up than the time taken for the earth's surface. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ആ ഒരു സർഫസ്, ആ ഭൂമിയുടെ ആ ഒരു പ്രതലം ചൂടാകുന്ന ഒരേ ഒരു പ്രോസസ്സേ ഉള്ളൂ. എങ്ങനെയാണ്, ഇൻസൊലേഷൻ്റെ ആ ഒരു ചൂട് ഭൂമിയിലേക്ക് എത്തുന്ന വഴി, സൂര്യനിൽ നിന്ന് എത്തുന്ന വഴി ഭൂമിയുടെ സർഫസ് ചൂടാകും. പക്ഷേ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ചൂടാകുന്നതിന് നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് 4 ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സുകളുണ്ട്. എന്തൊക്കെയായിരുന്നു? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. ഈ 4 പ്രോസസ്സുണ്ട്. അപ്പോൾ ഈ 4 പ്രോസസ്സ് നടക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കും. അതായത് സർഫസ് ചൂടാവുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടായി എടുക്കണമെങ്കിൽ. Thus, the temperature recorded at 2 p.m. is considered as the maximum temperature of the day by the meteorologist. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 2 മണിക്ക്, കാരണം നമ്മൾ ഈ പ്രോസസ്സ് എടുക്കണമെങ്കിൽ സൂര്യൻ നട്ടുച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലിലെത്തി സർഫസ് ചൂടായി ഏറ്റവും മാക്സിമം എത്തുന്നെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ചൂടാവാൻ കുറച്ചുകൂടെ സമയം എടുക്കണമെന്നുള്ളത് കൊണ്ട് 2 മണിക്കാണ് മെറ്റീരിയോളജിസ്റ്റൊക്കെ ആ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തുന്നത്. The surface temperature of the earth gradually decreases in the afternoon due to the decrease of intensity in insolation as well as simultaneous terrestrial radiation. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ എന്താണ്, ആ ഒരു ഇൻസൊലേഷൻ്റെ പവർ വീണ്ടും ഉച്ച കഴിയുമ്പോൾ വീണ്ടും ഗ്രാജുവലി കുറഞ്ഞു വരും. അതായത് പീക്ക് നിൽക്കുന്നത് ഉച്ച സമയത്താണ്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ കയറി ഉച്ച എത്തുമ്പോൾ ഏറ്റവും കൂടും, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറഞ്ഞു വരും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ഇൻസൊലേഷൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ ആ സർഫസിലെ ചൂട് വീണ്ടും കുറയും. The Earth's surface as well as the atmosphere gets cooled by more energy loss through terrestrial radiation during night. വീണ്ടും ആ രാത്രിയാകുമ്പോൾ ആ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വഴി, അല്ലെങ്കിൽ റേഡിയേഷൻ വഴി എന്ത് സംഭവിക്കുന്നു, എർത്തിൻ്റെ സർഫസിൻ്റെ ആയാലും അറ്റ്മോസ്ഫിയറിൻ്റെ ആയാലും ടെമ്പറേച്ചർ വളരെ താഴുന്നു. The Earth's surface as well as atmosphere gets cooled by more energy loss. ഈ ഒരു കാരണം എന്താണ്, ആ ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി ഉണ്ടാകുന്ന കൂടുതൽ എനർജി ലോസ് വഴിയാണ്. Thus the temperature recorded just before the sunrise is considered as a minimum temperature of the day. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ടെമ്പറേച്ചർ, റെക്കോർഡ് ജസ്റ്റ് ബിഫോർ, ആ ഒരു സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ആ ദിവസത്തെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ. 2 മണിക്ക് രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചർ ആയിരിക്കും ആ ദിവസത്തെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ. അപ്പോൾ മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് തെർമോമീറ്റർ. മാക്സിമം മിനിമം തെർമോമീറ്റർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് 2 ഓർഡിനറി തെർമോമീറ്റേഴ്സ് യൂസിങ് U-shaped ഗ്ലാസ് ട്യൂബ്. അപ്പോൾ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത് ഒരു വേറൊരു കൈൻഡ് ഓഫ് തെർമോമീറ്റർ തന്നെയാണ്. അതിനകത്ത് എന്താണ്, 2 ഓർഡിനറി തെർമോമീറ്ററിനെ ഒരു U-shaped ഗ്ലാസ് ട്യൂബ് വഴി കണക്ട് ചെയ്യുന്നതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ക്യാൻ ബി റെഡ് ഔട്ട്
ഫ്രം ദ റെക്കോർഡിങ്സ് ഓഫ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ആ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും ഈ ഒരു മാക്സിമം മിനിമം തെർമോമീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. By making use of the maximum temperature and the minimum temperature, diurnal range of temperature and daily mean temperature can be calculated. അപ്പോൾ ഈ ഒരു മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും യൂസ് ചെയ്ത് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. It is the difference between the maximum temperature and the minimum temperature of the day. അപ്പോൾ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ആ ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം. കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഡയർണൽ റേഞ്ച് ഇസ് ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, ഏറ്റവും കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 21 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുമ്പോൾ ആ ഒരു ഡയർണൽ റേഞ്ച് കിട്ടും. അതായത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ദിവസത്തെ ഡയർണൽ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ആവറേജ് ടെമ്പറേച്ചർ, ആ ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് രണ്ടും കൂടെ കൂട്ടണം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം, 35 21. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറായ 35 മിനിമം ടെമ്പറേച്ചറായ 21 കൂടെ ചേർക്കുമ്പോൾ എത്രയായി, 56 ഡിഗ്രി ആയി, 56 ഡിഗ്രി സെൽഷ്യസ് ആയി. ആ ഒരു 56 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ആവറേജ് എടുക്കണം. ഇപ്പോൾ 2 അല്ലേ നമ്മൾ ആഡ് ചെയ്ത്, അതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ എത്രയായി, അതാണ് ആ ഒരു മിനിമം ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് 28 വെറും 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയർണൽ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. നമ്മൾ എടുത്ത എക്സാമ്പിൾ 35 മൈനസ് 21 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡയർണൽ റേഞ്ച്. ആ ഒരു എക്സാമ്പിളിൽ, ജസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ അടുത്ത് ഡെയിലി മീൻ ടെമ്പറേച്ചർ വരുമ്പോൾ മാക്സിമം മിനിമം ടെമ്പറേച്ചറിൻ്റെ ആവറേജ് ആണ്. അതായത് നമ്മൾ ആ ഒരു എക്സാമ്പിൾ എടുത്തതിലും 35 + 21 56/2 2 എണ്ണമാണ് കൂട്ടിയതെന്നുള്ളതുകൊണ്ട്, മാക്സിമം മിനിമം കൂടെയാണ് കൂട്ടിയെന്നുള്ളതുകൊണ്ട് 2, അല്ലെങ്കിൽ ആവറേജ് എടുക്കുമ്പോഴുകൊണ്ട് 2. അപ്പോൾ 56/2 എത്രയാണ്, 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ദിവസത്തെ. Data regarding the temperature are being utilized for climatic studies and further analysis. Plotting the temperature recorded at specific places. Smooth curved lines are drawn connecting the places having equal temperature. These imaginary lines are called isotherms. Isotherms maps are very useful for analyzing the temperature distribution. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐസോതെർം മാപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വരകൾ കാണാം. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഒരു വര ഏറ്റവും മുകളിൽ കാണാം. അതെന്താണ്, ആ വരച്ചേക്കുന്ന ആ പ്രദേശത്ത് മൊത്തവും അന്ന് അനുഭവപ്പെട്ടിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. -12 എന്ന് പറഞ്ഞ -25 ആയിരുന്നു, -25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിൻ്റെ തൊട്ട് താഴെ -12.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ കുറേ വരകളുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം ആ പ്രദേശങ്ങളിലെല്ലാം അനുഭവപ്പെട്ട ടെമ്പറേച്ചർ -12.5 ആയിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു വളഞ്ഞിരിക്കുന്ന മാപ്പുകൾ, അതിനെയാണ് നമ്മൾ ഐസോതെർംസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ക്ലൈമറ്റിക് സ്റ്റഡീസിനും അതുപോലെ തന്നെ കൂടുതൽ അനാലിസിസിനും ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ എന്നിട്ട് ഓരോ പ്രദേശത്ത് അനുഭവപ്പെട്ട ടെമ്പറേച്ചർ കണക്കാക്കും. ആ കണക്കാക്കിയിട്ട് ആ ഒരു പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ 25 ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെട്ട പ്രദേശങ്ങളെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ആ പ്രദേശങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും, ആ ഒരു വരകൾ വെച്ച് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഐസോതെർം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അതുപോലെ തന്നെയാണ്. ഇതാ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഇക്വേറ്ററിനോട് ചേർന്ന് 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെയൊക്കെ ഡ്രോയിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആ ഒരു വരകളാണ്, ഐസോതെർംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, the temperature recorded at specific places, smooth curved lines are drawn connecting the places having equal temperature. അതായത് ഒരേ ടെമ്പറേച്ചറുള്ള പ്രദേശങ്ങളെ ചേർത്ത് ആ ഒരു മാപ്പിൽ വരകൾ വരയ്ക്കും, അത് കണക്ട് ചെയ്യും. അതിനെയാണ്, ആ ഒരു ഇമാജിനറി ലൈൻസിനെയാണ് ഐസോതെർംസ് എന്ന് പറയുന്നത്. അടുത്ത ലാറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. Very high temperature is experienced along the equatorial regions where the incidence of sun rays is almost vertical. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അവരകളുണ്ടോ, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ, അതൊക്കെ ജസ്റ്റ് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ചില എക്സാമ്പിൾസ് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ പ്രകാശം വെർട്ടിക്കലായിട്ട് അടിക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് 0 ഡിഗ്രി അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേറ്ററിൽ എന്ത് ചെയ്യുന്നു, വളരെ കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം എന്താണ്, ആ ഒരു സൺറൈസ് വെർട്ടിക്കലായിട്ട് ഡയറക്റ്റ് ആ ഒരു പ്രദേശത്തേക്ക് അടിക്കുകയാണ്. വോവിങ് to the spherical shape of the earth, the incidence of sun rays are more inclined away from the equator towards the poles. അപ്പോൾ നമ്മുടെ ആ ഒരു ഭൂമിയുടെ ഷേപ്പ് കാരണം ആ ഒരു എന്താണ്, സൺറൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻക്ലൈൻഡ് ആണ്, മുകളിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ചരിഞ്ഞാണ് ആ ഭൂമിയുടെ പോൾസിലൊക്കെ വന്ന് വീഴുന്നത്. കാരണം ആ ഒരു ഭൂമിയുടെ ആ ഒരു സർട്ടൺ ഷേപ്പിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ വന്ന് വീഴുന്നത്. ഏറ്റവും ഡയറക്റ്റായിട്ട് വന്ന് വീഴുന്നത് ഇക്വേറ്ററിലാണ്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ചൂടും പോൾസിലേക്ക് പോകുമ്പോൾ തണുപ്പും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യുന്നു, ആ ഒരു പല ടെമ്പറേച്ചർ സോൺസ് രൂപപ്പെടുകയാണ്. അതായത് ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താപനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പല മേഖലകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ആ ഒരു ടെമ്പറേച്ചർ സോൺസിൻ്റെ ചിത്രമാണിത്. ഏറ്റവും മുകളിൽ ഇക്വേറ്റർ എന്ന് തുടങ്ങാം. ടോറിഡ് സോൺ, 2 ഇക്വേറ്ററിൻ്റെ 23 ഡിഗ്രി നോർത്തും 23 ഡിഗ്രി സൗത്തിൻ്റെയും ഇടയിലാണ് ഈ ടോറിഡ് സോൺ. അവിടെയാണ് കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ 23 ഡിഗ്രി നോർത്തിനും 66 ഡിഗ്രി നോർത്തിനും ഇടയിൽ നോർത്ത് ടെമ്പറേച്ചർ സോൺ, 23 ഡിഗ്രി സൗത്തിനും 66 ഡിഗ്രി സൗത്തിനും ഇടയിൽ സൗത്ത് ടെമ്പറേച്ചർ സോൺ, ഏറ്റവും മുകളിലായിട്ട് എന്താണ് നോർത്ത് ഫ്രിജിഡ് സോൺ, താഴെയായിട്ട് സൗത്ത് ഫ്രിജിഡ് സോൺ. ഈ നോർത്ത് ഫ്രിജിഡ് സോണിലും സൗത്ത് ഫ്രിജിഡ് സോണിലുമാണ് ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നത്. ഇതുവരെയാണ് നമ്മളെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി പാർട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.